അനിയത്തിയുടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് നല്ല പച്ചപ്പ് നിറഞ്ഞ പാടമാണ്. നെൽപ്പാടമല്ല, പാടം മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല പച്ചപ്പായിട്ട് കിടക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ ചെന്ന ഉടനെ ഞങ്ങൾ ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അവർ വരുന്നതിന് മുന്നേ നമ്മൾ ഒരുക്കി ഇറക്കണമല്ലോ. അങ്ങനെ അവർ മേക്കപ്പ് ചെയ്ത് കൊടുത്തു, ഞാൻ സാരി എടുത്ത് കൊടുത്തു. ലാസ്റ്റ് ഇതാ ഇങ്ങനെയായിരുന്നു ലുക്ക് കേട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് അമ്മയും സംഗിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിപ്പം അങ്ങനെയൊക്കെയുള്ള പരിപാടികളായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു കൈ നിറയെ വളയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പെണ്ണിനെയും ചെറുക്കനെ ഇരുത്തിയിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന പലഹാരങ്ങളൊക്കെ കൊടുക്കുമല്ലോ, അങ്ങനെയൊക്കെയുള്ള ചടങ്ങായിരിക്കും എന്നിട്ട് പ്രതീക്ഷിച്ചാണ് ഞാൻ പോയത്. അത് കാണുമ്പോൾ ഭയങ്കര രസമാണല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അല്ല. നമ്മൾ 7 പലഹാരം കൊണ്ട് ചെന്നു. പിന്നെ ചെറുക്കനൊരു ഗിഫ്റ്റ് കൊടുത്തായിരുന്നു. ഗിഫ്റ്റിൻ്റെ ഞാൻ ആദ്യമായിട്ടാട്ടോ കേൾക്കുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനെ ഉണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പലയിടത്തും പല രീതികളൊക്കെ അല്ലേ. ഇവിടെ നമ്മൾ ചെറുക്കനൊരു ഗിഫ്റ്റ് കൊടുക്കണം, ഗോൾഡ് എന്തെങ്കിലും കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നേരെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അങ്ങനെ നേരെ വീട്ടിൽ വന്നു. നമുക്ക് 2:30 മുന്നേ വീട്ടിൽ കയറണമായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ആരതിയൊക്കെ ഒഴിഞ്ഞിട്ട് ആളെ അകത്ത് കയറ്റി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റ.